ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദിയിൽ ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏതു രൂപത്തിലും ഭാവത്തിലുമുള്ള ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് മോദി പറഞ്ഞു. പെഹൽഗാം ഭീകരാക്രമണവും പ്രധാനമന്ത്രി SCO വേദിയിൽ ഓർമ്മപ്പെടുത്തി. SCOയ്ക്ക് പുതിയ നിർവചനവും പ്രധാനമന്ത്രി നൽകി. സുരക്ഷയ്ക്കും കണക്ടിവിറ്റിക്കും അവസരങ്ങളുമുള്ള വേദിയാണ് SCO എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. यानी सिक्योरिटी के संदर्भ में मैं कहना चाहता हूं कि सुरक्षा, शांति और स्थिरता किसी भी देश के विकास का आधार है, किंतु इस मार्ग में आतंकवाद, अलगाववाद और अतिवाद बड़ी चुनौतियां हैं। आतंकवाद सिर्फ किसी देश की सुरक्षा ही नहीं बल्कि पूरी मानवता के लिए एक साझा चुनौती है। कोई देश, कोई समाज, कोई नागरिक अपने आप को इससे सुरक्षित नहीं समझ सकता। इसलिए आतंकवाद से लड़ाई में भारत ने एकजुटता पर बल दिया। കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഷാങ്ഹായ് ഉച്ചകോടി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? വാക്കുകൾ നമ്മളിപ്പോൾ കേട്ടതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കും ഭാരതം, ഭീകരതയ്ക്കെതിരായ പോരാട്ടം നടത്തുന്ന എല്ലാ രാജ്യങ്ങളോടുമൊപ്പമാണ് ഭാരതമെന്ന കൃത്യമായ നിലപാടാണ് അദ്ദേഹം അറിയിച്ചത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു നീക്കം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മാനവികതയ്ക്കെതിരായ പോരാട്ടമാണ് ഭീകരത. അത് മാനവികതയ്ക്കെതിരായ പോരാട്ടം ലോകത്ത് എവിടെയുണ്ടായാലും, ലോകത്തിൻ്റെ ഏത് മേഖലയിലുണ്ടായാലും അതിനെതിരാണ് ഭാരതം. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും ഭാരതമെന്നും വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ശക്തി പകരുന്നതിന് എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരതയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ അവരെ കർശനമായി എതിർക്കണമെന്ന നിലപാടും വളരെ കൃത്യമായി പ്രധാനമന്ത്രി ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പറയുകയുണ്ടായി. മാത്രമല്ല, ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും ഗൗരവമേറിയൊരു വിഷയമെന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടത് തന്നെ ഭീകരതയ്ക്ക് ഫണ്ടിംഗ് നൽകുന്നതിനെ കർശനമായി ഭാരതം എതിർക്കുന്നു, അല്ലെങ്കിൽ എതിർത്തുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഭീകരതയ്ക്ക് പണം ലഭ്യമാക്കുന്ന ഒരു നീക്കം ആരിൽ നിന്നാണോ ഉണ്ടാകുന്നത് അവരെയെല്ലാം തന്നെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിലേക്ക് പാകിസ്ഥാനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കൃത്യമായി ഭാരതം ഉന്നയിച്ച പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോൾ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനുള്ള ഓരോ മുന്നറിയിപ്പുകളായിരുന്നു ഓരോ വാക്കുകളും. പെഹൽഗാം ആക്രമണത്തെ ഓർമ്മപ്പെടുത്തിയതും പാകിസ്ഥാനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ റാഡിക്കലൈസേഷൻ, അതായത് ഈ യുവാക്കളെയും അതുപോലെ തന്നെ ഭീകരതയിലേക്ക് ആളെ കൂട്ടുന്ന ഒരു രീതി, ഭീകരതയുടെ ആശയങ്ങളിലേക്ക് ആളെ കൂട്ടുന്ന ഒരു രീതി കൃത്യമായി നടക്കുന്നുണ്ട്. അതിനെയും ഭാരതം അതിശക്തമായി എതിർക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും തുടർന്ന് അത് ചെയ്യുക തന്നെ ചെയ്യും. അത് ആ നിലപാടിൽ തന്നെ തുടരുമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അത്തരത്തിൽ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് ശക്തി നൽകുക എന്ന കൃത്യമായൊരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ ഡെഫിനിഷൻ, അല്ലെങ്കിൽ പുതിയൊരു നിർവചനം പോലും ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ചുരുക്കെഴുത്തായ SCOയ്ക്ക് അദ്ദേഹം നൽകുകയുണ്ടായി. സെക്യൂരിറ്റി, കണക്ടിവിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതായത് ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ രാജ്യങ്ങൾക്കിടയിലുള്ള സുരക്ഷയുടെയും അതുപോലെ തന്നെ കണക്ടിവിറ്റി, അതായത് ആധുനിക കണക്ടിവിറ്റി, ഡിജിറ്റൽ കണക്ടിവിറ്റിയും അല്ലാത്ത ഇലക്ട്രോണിക് കണക്ടിവിറ്റി സംവിധാനങ്ങളും കമ്മ്യൂണിക്കേഷൻ കണക്ടിവിറ്റി സംവിധാനങ്ങളും റോഡ് കണക്ടിവിറ്റിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരാമർശിക്കുന്ന ആ ഒരു ടൈറ്റിൽ ആണ് അദ്ദേഹം കണക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണക്ടിവിറ്റി, ഓപ്പർച്യൂണിറ്റി, സ്വാഭാവികമായും അവസരങ്ങൾ, ഒരു പ്രോസ്പെറിറ്റിയുടേക്ക് അല്ലെങ്കിൽ ഒരു സമ്പൽ സമൃദ്ധിയിലേക്കുള്ള അവസരങ്ങൾക്കുള്ള ഒരു സാധ്യതയാണ് SCO എന്നും അദ്ദേഹം കൃത്യമായി പറയുന്നു. SCO എന്ന വാക്കിനെ പുതിയൊരു മാനം ചമയ്ക്കുന്നതിലൂടെ, അല്ലെങ്കിൽ പുതിയൊരു അർത്ഥതലം നൽകുന്നതിലൂടെ എന്താണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലോകത്തിന് നൽകാനുള്ളത്, അതിൻ്റെ അംഗരാജ്യങ്ങൾക്ക് നൽകാനുള്ളത് എന്ന് അദ്ദേഹം കൃത്യമായി പ്രവചിക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സഹകരണം ശക്തമാക്കുന്നതിന് സ്റ്റാർട്ടപ്പ് രംഗത്തും ഇന്നോവേഷൻ രംഗത്തുമെല്ലാം തന്നെ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ വികസന രംഗത്തും അത്തരത്തിലുള്ള രംഗങ്ങളിലെല്ലാം തന്നെ
കാര്യക്ഷമമായി മുന്നോട്ട് പോകണമെന്ന നിലപാട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ രാജ്യങ്ങളുടെ പ്രതിനിധികളെ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ നേതാക്കളെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ അദ്ദേഹം പറയുകയും ചെയ്തു. തീർച്ചയായും ഭീകരതയ്ക്കെതിരായ നിലപാടിനെ ശാക്തീകരിക്കുകയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്യുക എന്ന കൃത്യമായൊരു നീക്കമാണ് ഭാരതം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ സംവിധാനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കൃത്യമായി മോദി പറയുകയായിരുന്നു. അതെ, അതോടൊപ്പം ഐസൺ, ഭീകരവാദത്തിനെതിരെ മാനവരാശി ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷം നമുക്കറിയാം ഏത് രീതിയിലായിരിക്കും ഒരുപക്ഷെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഇനി ഉരുത്തിരിയുന്ന ആശയങ്ങൾ എന്നുള്ളത്. ഭീകരതയ്ക്ക് മാപ്പില്ല, ഭീകരതയ്ക്കെതിരെ സംഘടന ഒറ്റക്കെട്ടായി നിൽക്കണം, ഭീകരവാദത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല എന്നുള്ളത് പറഞ്ഞു വയ്ക്കുമ്പോൾ നമുക്കറിയാം ഇത് സശ്രദ്ധം തന്നെയല്ലേ അംഗരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. കാരണം അത്തരം ഒരു ശക്തമായ പ്രസ്താവന ഭാരത പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുകയും ഭാരത പ്രധാനമന്ത്രിയോട് റഷ്യയും ചൈനയും കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ എങ്ങനെ ഇതിനെ നോക്കിക്കാണും? തീർച്ചയായും പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ വാക്കുകളും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ വാക്കുകളുമെന്ന് കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ രണ്ട് നേതാക്കളും പറഞ്ഞ വാക്കുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ നയതന്ത്ര വിദഗ്ധനായ KP ഫാബിയാൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഫാബിയാൻ, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദിയിൽ ഭീകരതയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഏത് രൂപത്തിലും ഭാവത്തിലുമുള്ള ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണം എന്ന് തന്നെയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. അതോടൊപ്പം പഹൽഗാം ഭീകരാക്രമണവും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. താങ്കൾ എങ്ങനെ കാണുന്നു ഈ അഭിസംബോധനയെ? എടുത്തു പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ചൈനയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ നമുക്ക് പൂർണ്ണ സപ്പോർട്ട് കിട്ടുമെന്ന് ആശിക്കുന്നത് ഒരുപക്ഷെ കൂടുതൽ ആശിക്കുന്നതാകും. കാരണം നമുക്കറിയാമല്ലോ, സിൻഡോർ സന്ദർഭത്തിൽ ചൈന പാകിസ്ഥാന് പരിപൂർണ സപ്പോർട്ട് കൊടുത്തു. അതുകൊണ്ട് ചൈനയിൽ നിന്ന് ഞാനൊരു 180 ഡിഗ്രി മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതേസമയത്ത് തന്നെ ചൈനീസ് വളരെ സൂപ്പർ വേർഡ് സ്മിത്സ് ആണ്. അപ്പോ അവര് ഒരു ഫോർമുലേഷൻ കൊണ്ടുവന്നേക്കാം. അതിൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് വായിക്കാം. അവർ നമുക്ക് സപ്പോർട്ട് നൽകുന്നുണ്ടെന്ന്. ശ്രീ ഫാബിയാൻ, നമുക്കറിയാമല്ലോ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നിലപാടുകൾ അതിശക്തമായ നിലപാടുകളിൽ ഒന്നായിരുന്നു നദീജല കരാറുമായി ബന്ധപ്പെട്ടത്. എന്തായാലും അതുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിൽ തന്നെ ഭാരതം ഉറച്ചു നിൽക്കുമ്പോൾ ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഭാരതം അത് എടുത്തു പറയുന്നതിലൂടെ നമുക്ക് എന്തു മനസ്സിലാക്കാം? അത് നമ്മൾ പാകിസ്ഥാൻ ഒരു മെസ്സേജ് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാന് മെസ്സേജ് കിട്ടി. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു മറുപടി മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി നമുക്ക് അത് എന്താ പറയുക റീഫോർമുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് പാകിസ്ഥാനോട് പറയാം. പാകിസ്ഥാൻ അത് സമ്മതിക്കേണ്ടി വരും. പക്ഷെ അത് പെർമനന്റ് ആയിട്ട് അബയൻസിൽ നമ്മൾ വെച്ചാൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പാകിസ്ഥാൻ ICJ ഇന്റർനാഷണൽ കോർട്ട് ജസ്റ്റിസിലേക്ക് പോകും, യുണൈറ്റഡ് നേഷൻസിലേക്ക് പോകും. തന്നെയുമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകും. തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പാകിസ്ഥാനോട് നമ്മൾ രീതി തന്നെ ശരിയാണോ തെറ്റാണോ. കാരണം സംസാരിക്കില്ല. ടെററിസം ആൻഡ് ടോക്സ് ഡോണ്ട് ഗോ ടുഗദർ. നമ്മളത് പറഞ്ഞിട്ട് എത്ര നാളായി? അത് കഴിഞ്ഞിട്ട് ടെററിസം, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ടെററിസം നിന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു പുനഃപരിശോധന ചെയ്യേണ്ട സമയം ആയിരിക്കുന്നു. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദിയിൽ ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് രൂപത്തിലും ഭാവത്തിലുമുള്ള ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണം എന്ന് മോദി പറഞ്ഞു. ഐസണിലേക്ക് പോകുന്നു. ഐസൺ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഭീകരതയ്ക്കെതിരെ മോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് പാകിസ്ഥാൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്.
ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതം സൃഷ്ടിക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഭാരതം സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിനെ അധിക തീരുവ ഏർപ്പെടുത്തി ഭാരതത്തെ വരുതിയിൽ നിർത്താമെന്ന് അമേരിക്ക താല്പര്യപ്പെട്ടപ്പോൾ ആ താല്പര്യത്തിന് വിരുദ്ധമായി ഭാരതത്തിൻ്റെ ശക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃത്യമായ നീക്കങ്ങൾ ഭാരതം നടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പിന്തുണ പാകിസ്ഥാന് ലഭ്യമാകുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഭീകരതയ്ക്കെതിരായ ഉറച്ച നിലപാട് വീണ്ടും വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചത്. അദ്ദേഹം പറഞ്ഞത് മാനവികതയ്ക്കെതിരായ ഒരു പോരാട്ടമാണ്. ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. ഐസൻ, ദയവായി തുടരുക. ഇപ്പോൾ പ്രതിരോധ വിദഗ്ധനായ കേണൽ എസ് ഡിന്നി ചേരുന്നു. ശ്രീ ഡിന്നി, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദിയിൽ ഭാരതം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഭീകരതയ്ക്കെതിരെ കൃത്യമായ സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്. ഏത് രൂപത്തിലും ഭാവത്തിലുമുള്ള ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുമെന്ന് പറഞ്ഞ മോദി ഭീകരവാദത്തിന്റെ ഇരട്ടത്താപ്പ് ഇനി നടക്കില്ല എന്നും പറഞ്ഞു. പാക് പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഭാരതം ചൈന ബന്ധം, ഭാരതം റഷ്യ ലോക നേതാക്കളുമായിട്ടുള്ള ചർച്ചകൾ, ഇതൊക്കെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു SCO സമ്മിറ്റില് അത് നമ്മൾ നേരത്തെ തന്നെ വരും എന്നൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇതിന്റെ ഈ ഒരു സമയത്തിന്റെ പ്രസക്തി, കാരണം US-ഉമായിട്ടുള്ള ഇപ്പോൾ ഒരു ട്രേഡിന്റെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്നലെ നമ്മൾ കണ്ട വിഷ്വൽസിൽ, ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസിലും ഡൊണാൾഡ് ട്രംപ് പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്യും ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതും വളരെ നല്ല രീതിയിലുള്ള സഹകരണമായിട്ട് മുന്നോട്ട് പോകുന്നതും അത് എനിക്ക് തോന്നുന്നു അത് ഒരു വലിയൊരു മെസ്സേജ് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിന് കൊടുക്കുന്നത്. കാരണം അമേരിക്കയിൽ നമ്മളെ ഭാരതമായിട്ട് സഹകരിച്ച് പോകണമെന്നുള്ള ധാരാളം ആളുകൾ ഉണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വ്യക്തി അദ്ദേഹത്തിനായിട്ടുള്ള ചില പിടിവാശികൾ കാരണമാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ ഉണ്ടാവുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നൊബേൽ പീസ് പ്രൈസ് വേണമെന്നുള്ള ഒരു അതിമോഹം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ നമ്മളെടുത്ത് പറയും, നമ്മളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം വരുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ഈ നടക്കുന്ന ചർച്ചകളും ഇവിടെ നടക്കുന്ന തീരുമാനങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപിന് വലിയ രീതിയിൽ തന്നെ അസ്വസ്ഥമാക്കും എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയന്റെ അടുത്തും പറഞ്ഞത് ഇന്ത്യയുടെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടാരിഫ് കൂട്ടണം എന്നൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനൊന്നും അവിടെ നടക്കാൻ സാധ്യതയില്ല. എന്നാലും അദ്ദേഹം ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തണമെങ്കിൽ എത്രമാത്രം അസ്വസ്ഥമായിട്ടുണ്ട് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് ഭാരതത്തിനെ സംബന്ധിച്ചോളം ഭീകരവാദം എപ്പോഴും ഭാരതത്തിന് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നേരിട്ട് നമ്മളെ രാജ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഭീകരവാദത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് യുദ്ധം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ടെററിസത്തിനെ സംബന്ധിച്ചോളം നല്ല ടെററിസം അല്ലെങ്കിൽ ചീത്ത ടെററിസം എന്നുള്ളതില്ല. ടെററിസം തന്നെയാണ്, ഭീകരവാദം തന്നെയാണ് എന്നുള്ളൊരു നിലപാട് നമ്മൾ അന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഗവൺമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യമോ ഈ രീതിയിലേക്കുള്ള ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതും ശരിയല്ല എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള മെസ്സേജാണ്. അത് പാകിസ്ഥാനിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്, പക്ഷെ അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് ചൈനയ്ക്കും US-നുമാണ്. കാരണം നമുക്കറിയാം ധാരാളം പ്രാവശ്യം യുണൈറ്റഡ് നേഷൻസിൽ പ്രത്യേകിച്ച് ഭീകരവാദികളെ ബ്ലാക്ക് ലിസ്റ്റ് ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വരുമ്പം അവിടെ ചൈന അത് വീറ്റോ ചെയ്യാറുണ്ട്. പാകിസ്ഥാനിനെ സഹായിക്കാൻ വേണ്ടിയുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അമേരിക്ക പാകിസ്ഥാന്റെ അവരുടെ ആ അവകാശവാദം എല്ലാം ഒരു ശരിയാന്നുള്ള രീതിയിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കണ്ടു. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം അവരവരുടെ താല്പര്യത്തിന് വേണ്ടി ഭീകരവാദം ഇല്ല എന്നും ഭീകരവാദത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് കണ്ണടച്ച് നിൽക്കുമ്പം ഭാരതം ലോകത്ത് എപ്പോഴും, അത് ഇവിടെ ആയാലും ശരി യുണൈറ്റഡ് നേഷൻസിലായാലും ശരി, നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. മാഡം പറഞ്ഞ പോലെ ഈ ഇരട്ടത്താപ്പ് ശരിയല്ല. അതായത് ഭീകരവാദത്തിന് നിങ്ങളൊരു കളർ കൊടുക്കുകയാണ്, ഭീകരവാദം നിങ്ങൾ വെളുപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ നാളെ ആ ഭീകരവാദം നിങ്ങളെ രാജ്യത്തിലും പ്രശ്നം ഉണ്ടാക്കും. അത് അമേരിക്കക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല, അത് ചൈനയിൽ അറിഞ്ഞുകൂടാത്തോണ്ടല്ല, പക്ഷെ അവരുടെ തൽക്കാലത്തെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അത് കണ്ണടച്ചിരിക്കുകയാണ്. പക്ഷെ അത് ഭാവിയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഇന്ത്യ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു റിയേറ്ററേഷൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതിനകത്ത് ഒരു കാര്യം ഈ ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ധാരാളം കാര്യത്തിൽ നമ്മളിപ്പോൾ യോജിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ള
വ്യക്തമായിട്ടുള്ള ഒരു പുതിയ സ്ട്രാറ്റജി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കാണിച്ചിരിക്കുന്നു. അതിന്റെ ഒരിക്കൽ കൂടെ ഒരു ഇന്റർനാഷണൽ ഫോറത്തിൽ ശ്രീ മോദി അതിനെ അണ്ടർലൈൻ ചെയ്യുക ആണെന്നാണ് ഞാൻ അതിനെ കാണുന്നത്. അതെ, വളരെ നന്ദി ശ്രീ കേണൽ എസ് ഡെന്നി പ്രതികരിച്ചതിന്. ഐസണിലേക്ക് പോകുന്നു. ഐസൺ, ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് ഭാരതം സ്വീകരിക്കുമ്പോൾ അത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ അംഗരാജ്യങ്ങളെ മുന്നിൽ തന്നെ, ഒരുപക്ഷെ പാക് പ്രധാനമന്ത്രിയുടെ മുന്നിൽ തന്നെ അത് വ്യക്തമാക്കുമ്പോൾ അത് എത്രത്തോളം തിരിച്ചടിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം? അത് മാത്രമല്ല, ചൈനയുമായി ബന്ധം സ്ഥാപിക്കുമെങ്കിലും നയതന്ത്ര ബന്ധമൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ഭാരതം ഭീകരവാദത്തിനെതിരെ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള യാതൊരു ഭീകരവാദവും പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള ഒരു നിലപാട് നൽകുന്നതിലൂടെ നൽകുന്ന ഒരു സന്ദേശം. തീർച്ചയായും പാകിസ്ഥാന് നൽകുന്ന ഒരു മുന്നറിയിപ്പും കൃത്യമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഭീകരതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ല, ഭീകരതയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന എല്ലാവരോടും ശക്തമായി എതിർപ്പ് വ്യക്തമായി തന്നെ പറയും, അല്ലെങ്കിൽ എതിർക്കുക തന്നെ ചെയ്യുമെന്ന നിലപാട് പ്രധാനമന്ത്രി ആവർത്തിക്കുന്നു. ഇതിൽ നിന്നെല്ലാം തന്നെ ഒരൊറ്റ വാക്കിൽ വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് പാകിസ്ഥാന്റെ ഭീകരരെ പിന്തുണയ്ക്കുന്ന നിലപാടിനെ തന്നെയാണ്. അതെ, ഐസൺ തുടരുക. വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഇരട്ടത്താപ്പ് ഇനി നടക്കില്ല, ഏത് രൂപത്തിലും ഭാവത്തിലുമുള്ള ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടും എന്നും മോദി പറഞ്ഞു. അതോടൊപ്പം ഭാരതം, ചൈന, റഷ്യ ബന്ധമൂട്ടി ഉറപ്പിക്കുന്നതിൻ്റെ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. താങ്കൾ എങ്ങനെയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധനയെ നോക്കിക്കാണുന്നത്? നരേന്ദ്രമോദിയുടെ അഭിസംബോധനയിൽ മുഴുവൻ നിഴലിച്ചു നിന്നത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിർത്തി കടന്നു വരുന്ന ഭീകരതയോട് യാതൊരു രീതിയിലും വിട്ടുവീഴ്ചയില്ലാത്ത ഇന്ത്യയുടെ നിലപാട് എൻഡോഴ്സ് ചെയ്യുന്ന ഏത് രാജ്യവുമായും സൗഹൃദം, അതാണ് നിലപാട്. അമേരിക്ക കാട്ടിയ ഒരു ഇരട്ടത്താപ്പുണ്ട്. ആഗോള ഭീകരതയ്ക്കെതിരെ ലോകമെല്ലാം ഒന്നിക്കണം എന്ന് അമേരിക്ക ആഹ്വാനം ചെയ്യുകയും അതിനോട് അനുരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഭാരതത്തോട് അമേരിക്ക കാട്ടിയ വലിയൊരു അനീതിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് റഷ്യയും ചൈനയും വലിയ രീതിയിലാണ് അതിർത്തി കടന്നു വരുന്ന ഭീകരവാദ വിഷയത്തിൽ ഇന്ത്യയോട് സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന നരേന്ദ്രമോദിയെ ഷാങ്ഹായ് സഹകരണ കൗൺസിൽ മീറ്റിംഗിൽ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇന്ത്യ അനുഭവിക്കുന്ന രണ്ട് സെക്യൂരിറ്റി ത്രെട്ട് എന്ന് പറയുന്നത്, ഒന്ന് പാകിസ്ഥാൻ പ്രഭവ കേന്ദ്രമായ ഹർക്കത്തുൽ മുജാഹിദീൻ, ഹിസ്ബുൾ മുജാഹിദീൻ, ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ എന്നിങ്ങനെയുള്ള ഭീകര സംഘടനകൾ ട്രെയിൻ ചെയ്ത് വിടുന്ന തീവ്രവാദികൾ ഇന്ത്യയിൽ കലാപമുണ്ടാക്കുന്നു, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു. ഈ ഒരു ഭീകര പ്രവർത്തനം ഇതുപോലെ മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് തന്നെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ഒരു പോളിസി അതിർത്തി കടന്നുകൊണ്ടും ഭീകര താവളങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യ മടിക്കില്ല എന്ന് ചരിത്രപരമായി ഇന്ത്യ തെളിയിച്ചു. ഒന്നല്ല രണ്ടല്ല മൂന്നാവർത്തി തെളിയിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ അവസാന അധ്യായമായി വേണമെങ്കിൽ കരുതാം. ഇപ്പോഴും തുടരുന്ന ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ അടഞ്ഞ അധ്യായമല്ല, അതിപ്പോൾ തുറന്ന അധ്യായം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചൈനയുമായി കഴിഞ്ഞ ദിവസം ഉഭയകക്ഷി ചർച്ചകൾ നടന്നത്. ഷീ ജിൻപിങ്, നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചയിലും പ്രധാനമായി ചൈന ഇന്ത്യയോട് സന്നദ്ധത അറിയിച്ചത് അതിർത്തി കടന്നു വരുന്ന ഭീകരവാദ വിഷയത്തിൽ ചൈന ഒരുപക്ഷെ പാകിസ്ഥാന് പിന്തുണ നൽകില്ല, മറ്റ് പിന്തുണകൾ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സൈനിക പിന്തുണയുണ്ട്, തീർച്ചയായും 70% സൈനിക ഉപകരണങ്ങളും പാകിസ്ഥാൻ ചൈനയിൽ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. പാകിസ്ഥാൻ ആർമിയുടെ വലിയ രീതിയിലുള്ള ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ചൈനീസ് ആണ്. അത് മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടി ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നു. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭീകരതയുടെ കാര്യം വരുമ്പോൾ പാകിസ്ഥാനുമായി കൈകോർക്കാൻ ചൈന തയ്യാറല്ല എന്ന ഒരു ഉഗ്രമായ പ്രഖ്യാപനം തന്നെയാണ് നരേന്ദ്രമോദി ഷീ ജിൻപിങ് ഉച്ചകോടിയിൽ ഇന്നലെ കണ്ടത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നരേന്ദ്രമോദി ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഷാങ്ഹായ് കോഓപ്പറേഷൻ കൗൺസിൽ മീറ്റിംഗിൽ ഇന്ന് തുറന്നു പറയുന്ന ഒരു കാര്യമാണ്. കാരണം അതിന് ചേരുന്ന രീതിയിൽ ഏഷ്യൻ ശക്തികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് റഷ്യ, ചൈന, ഇന്ത്യ ശക്തികളുടെ ഇടയിൽ ഭീകരതയ്ക്കെതിരെ ഒരു കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഭീകരതയുടെ പ്രഭവ കേന്ദ്രം പാക് മേഖലയാണ്. അവിടെ ചൈനയ്ക്കും ത്രട്ടുണ്ട്. ചൈന ഉൾപ്പെടെ ഭീകരത നേരിടുന്ന രാജ്യമാണ് എന്നോർക്കണം. അതുകൊണ്ട് ചൈനയുടെ ഒരു നിലപാട് മാറ്റം അല്ല എങ്കിൽ ഇന്ത്യയോട് ഭയപ്പെടുന്നു എന്നത് മാത്രമല്ല, ഭീകരതയോടുള്ള സന്ധിയില്ലാ പോരാട്ടത്തിൽ ചൈനയുടെ സഹകരണം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ടേക്ക് അവേ. രണ്ടാമത്തേതും സെക്യൂരിറ്റി പാരഡൈം തന്നെയാണ്. അത് അതിർത്തി കടന്നുള്ള ഭീകരതയല്ല, അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഗൽവാനും അതുപോലെ മറ്റ് ഇടങ്ങളിലുള്ള ചൈനീസ് അതിർത്തിയിൽ മക്മഹോൻ ലൈനിന് ഇരുപുറവുമായുള്ള സൈനിക സാന്നിധ്യം കുറച്ചുകൊണ്ടുവരേണ്ടതും
സംയമനം പാലിക്കേണ്ടതുമായ ആവശ്യകത, പരസ്പര സഹകരണത്തിലും പരസ്പര വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലും ഊന്നിയ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും നരേന്ദ്രമോദി ആവർത്തിച്ചു പറയുന്ന ഒരു കാഴ്ച കണ്ടു. അതിനർത്ഥം മാറി വരുന്ന ഭൗമരാഷ്ട്രീയത്തിൽ ചൈന, ഇന്ത്യ, റഷ്യ ദേ ഷുഡ് ബി സീൻ ഓൺ ദ സെയിം പേജ് എന്ന ഒരു റീഇറ്ററേഷൻ ഓഫ് ദാറ്റ് ബിലീഫ്. ഇത് ഇന്ത്യൻ വിദേശ നയത്തിൽ ചെറിയ വ്യതിയാനങ്ങൾക്ക്, മാറി വരുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ ഭാഗികമായെങ്കിലും ഇന്ത്യയുടെ വിദേശ നയം മാറുന്നതിന്റെയും ഭൗമരാഷ്ട്രീയം, ലോക ആഗോളതലത്തിൽ ഭൗമരാഷ്ട്രീയം മാറി വരുന്നതിന്റെയും ഒരു സൂചനയായി കാണാം. മോദിയുടെ പ്രസംഗത്തിൽ രചിച്ച മറ്റൊരു കാര്യം, ഇപ്പോൾ വെസ്റ്റ് ഡോമിനേറ്റ് ചെയ്യുന്ന, പാശ്ചാത്യ കമ്പോള ശക്തികൾ ഡോമിനേറ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ചും ട്രാൻസ് അറ്റ്ലാന്റിക് ഫോഴ്സസ്, അമേരിക്കയും യൂറോപ്പും അടങ്ങുന്ന ട്രാൻസ് അറ്റ്ലാന്റിക് ഫോഴ്സസിന്റെ ഡോമിനേഷന്റെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇനിയുള്ള കാലം ചൈനയുടേതും ഇന്ത്യയുടേതുമാണ്. ഏഷ്യയുടെ നൂറ്റാണ്ട് പിറന്നിരിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഭാരതം എത്തിയിരിക്കുന്നത്. ഭാരതത്തിന്റെ വക്താവായി, ഭാരതത്തിന്റെ ശബ്ദമായി, 142 കോടി ജനതയുടെ ശബ്ദമായി നരേന്ദ്രമോദി സംസാരിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അത് മാത്രമല്ല, പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ടിനെ കുറിച്ച് പോലും ഇവിടെ സംസാരം ഉണ്ടായിരിക്കുന്നു. കാരണം ജനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക ജനസംഖ്യയുടെ 1/3 അധിവസിക്കുന്നത് ഏതാണ്ട് 284 കോടി ജനങ്ങളാണ് ഇന്ത്യയിലും ചൈനയിലുമായി. അതായത് ലോക ജനസംഖ്യയുടെ 1/3 വരും. അത് ആ ജനങ്ങൾ തമ്മിലുള്ള സഹകരണവും ആ ജനങ്ങളുടെ ജീവിത ഉപാധികൾ വർദ്ധിപ്പിക്കുന്നതുമായും ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സഹകരണം അത് വർദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത, കൃത്യമായ കരാറുകൾ എന്നതിലേക്കല്ല, അതൊരു ഇന്റർമീഡിയറ്റ്, ഒരു സെമി ഫൈനൽ എന്ന രീതിയിലാണ്. ഇനിയും ഷീ ജിൻപിങ്ങിന്റെ ഭാരത വിസിറ്റ്, ഷീ ജിൻപിങ് ഇസ് ഗിവൺ എൻ ഇൻവിറ്റേഷൻ ടു വിസിറ്റ് ഇന്ത്യ. അത് മാത്രമല്ല, നരേന്ദ്രമോദി വലിയൊരു ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ലേറ്റർ ടുഡേ ടോക്ക് നടക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഇൻവിറ്റേഷൻ ഉണ്ട്. അദ്ദേഹം ഡൽഹി സന്ദർശിക്കും എന്നാണ് പറയുന്നത്. ഡിസംബർ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൽഹി സന്ദർശിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഡൽഹി സന്ദർശനം ഷെൽവ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ചൈനയ്ക്കെതിരെയുള്ള ഒരു സഹകരണ സഖ്യമായ ക്വാഡ് ഇപ്പോൾ ഏതാണ്ട് നിർജീവ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജപ്പാനും ഇന്ത്യയും വലിയ താല്പര്യം കാട്ടുന്നില്ല. അതുകൊണ്ട് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം പോലും വേണ്ട എന്ന് വെക്കുന്ന ഗതിയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക ഇന്ത്യക്കെതിരെ നടത്തിയ ട്രേഡ് യുദ്ധം, അതിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത് അമേരിക്ക ആഗ്രഹിച്ച രീതിയിലല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് ചൈനയും ഇന്ത്യയും റഷ്യയും ചേർന്ന് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഷാങ്ഹായ് സഹകരണ കൗൺസിൽ കാണുന്നത്. അത് മാത്രമല്ല, SCO മീറ്റിംഗ് എന്ന് പറയുന്നത് 10 രാജ്യങ്ങളുടെ സമ്മേളനമാണ്. അവിടെ 20 നേതാക്കൾ പങ്കെടുക്കുകയാണ്. 10 രാജ്യങ്ങളുടെ പ്രതിനിധികളും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയും അതുപോലെ രാജ്യ തലവന്മാരും 10 ക്ഷണിതാക്കളായ രാജ്യങ്ങളും അവരുടെ നേതാക്കളും എല്ലാം ചേർന്ന ഒരു സമ്മേളനത്തിൽ നോക്കൂ, എനർജി ഉത്പാദക രാജ്യങ്ങളും എനർജി കൺസ്യൂമിംഗ് രാജ്യങ്ങളുമാണ് ഈ രാജ്യങ്ങൾ. സെൻട്രൽ ഏഷ്യയിലെ 4 രാജ്യങ്ങൾ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായിരുന്ന കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ മുതലായ രാജ്യങ്ങൾ, അതുപോലെ ബെലറൂസ്, റഷ്യയുടെ സുഹൃത്ത് രാജ്യമായ ബെലറൂസ്, റഷ്യ തന്നെ അംഗമാണ്, ചൈന അംഗമാണ്, ഇന്ത്യ അംഗമാണ്, ഇറാനും പാകിസ്ഥാനും അംഗങ്ങളാണെന്ന് ഓർക്കണം. ഇവിടെ ഇറാനും റഷ്യയും വൻതോതിൽ എണ്ണ ഉത്പാദക രാജ്യങ്ങളാണ്. സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, കസാക്കിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വലിയ തോതിൽ വാതക ശേഖരമുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം പാകിസ്ഥാനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, മാറ്റി നിർത്തുക എന്നതല്ല, പാകിസ്ഥാൻ വഴിയെ വരികയാണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കും ചൈനയ്ക്കുമാണ് ഏറ്റവും അധികം എനർജി ആവശ്യമുള്ളത്. അത് നൽകാൻ കഴിയുന്നത് ഇറാൻ, റഷ്യ ആൻഡ് സെൻട്രൽ ഏഷ്യൻ റീജിയൻ. ഇങ്ങനെ വന്നാൽ ബ്രിക്സും ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനും എല്ലാം തന്നെ ഭാവി ലോകക്രമം ഉരുത്തിരിഞ്ഞു വരുന്നതിന് വേണ്ടി വലിയ സംഭാവനയാണ് നൽകുന്നത്. ലോക വ്യാപാരത്തിന്റെ ഏതാണ്ട് ഭാവിയിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് പരസ്പരം 50% ലോക വ്യാപാരം. ഇപ്പോൾ ആ ഷെയർ 28% മാത്രമാണ്. അത് ഭാവി അടുത്ത 10 വർഷത്തിനുള്ളിൽ 50% ലോക വ്യാപാരം ബ്രിക്സ് രാജ്യങ്ങളുടെയും SCO രാജ്യങ്ങളുടെയും കുത്തകയായി മാറാൻ പോകുന്ന ഒരു ക്രമം വന്നാൽ ഡോളർ അധിഷ്ഠിത അല്ലെങ്കിൽ G7 അധിഷ്ഠിത ഒരു ലോകക്രമം മാറിപ്പോകും. ഈ പ്രതീക്ഷയും നരേന്ദ്രമോദി പങ്കുവയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റം മറിച്ചിലുകൾ വന്ന വർഷമാണ് 2025. അതിനുള്ള തുടക്കം എന്ന നിലയിൽ SCO മീറ്റിംഗിനെ കാണാവുന്നതാണ്. അതെ, വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് പ്രതികരിച്ചതിന്.